ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷെയ്സസ് ക്രൂഷേ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പിൾ ക്രൂഷേ സ്റ്റിച്ച് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഇപ്പോൾ ഒരു ബ്ലാങ്കറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റിനാണെങ്കിലും ട്രിപ്പിൾ ക്രൂഷേ സ്റ്റിച്ച് വൃത്തിക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ട്രിപ്പിൾ ക്രൂഷേ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എന്നുള്ളത്. നോർമൽ ഒരു യാൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് പ്രോജക്റ്റാണ് ചെയ്യുന്നത്, അപ്പോൾ ഈ പാറ്റേൺ അനുസരിച്ചിട്ട് ഈ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് വൃത്തിക്ക് ഈ ട്രിപ്പിൾ ക്രൂഷ്യ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്കൊരു സ്റ്റിച്ച് ഇടാം. ഏതൊരു ക്രോഷ്യയ്ക്കും ചെയ്യുന്ന പോലെ നമുക്ക് ബേസിന് ക്രോഷ്യ ചെയിൻസ് വേണം. ഇപ്പോൾ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, നമ്മളിപ്പോൾ 20 ഇട്ടിട്ടുണ്ട്. 10 മോർ ഇടാം. 22, 23, 24, 25, 26, 27, 28, 29, 30. സോ അപ്പോൾ 30 ചെയിൻസ് നമ്മളിവിടെ ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യുമ്പം നമ്മൾ 4 ചെയിൻസ്, ആദ്യത്തെ 4 ചെയിൻസ് വിട്ടിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ക്രൂഷ്യ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് 2 പ്രാവശ്യം നമ്മളിങ്ങനെ യാൺ ഓവർ എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സോ 1, 2, 3, 4 ഈ 4ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ക്രോഷ്യ സ്റ്റിച്ച് ഇടേണ്ടത്. ഒരു പ്രാവശ്യം പുള്ള് ചെയ്യുമ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. അടുത്ത പ്രാവശ്യം പുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ രണ്ടാമത്തെ സെറ്റിലുള്ള 2 ലൂപ്പും പുറത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് തേർഡ് അഗെയിൻ 1, 2, ദെൻ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലിട്ടു. ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 ലൂപ്സാണുള്ളത്. ഓക്കെ, 4 ലൂപ്സാണുള്ളത്. 1, 2, 3, 4 4 ലൂപ്സ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രാവശ്യം പുള്ള് ചെയ്തെടുക്കേണ്ടത് 2, ദെൻ നെക്സ്റ്റ് 2, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ 2. ഓക്കെ, അഗെയിൻ 1, 2, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലിട്ടു, യാൺ ഓവർ, പുൾ ത്രൂ, ഫസ്റ്റ് 2 സ്റ്റിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് 2 സ്റ്റിച്ചസ് വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ 2 സ്റ്റിച്ചസ്. സോ 1, 2, ദെൻ ഇതിൻ്റെ ഉള്ളിൽ വിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത്. അപ്പോൾ നമുക്ക് 4 ലൂപ്സ് ഉണ്ട്. ഓക്കെ, 1, 2, 3, 4 4 ലൂപ്പുണ്ട്. ആദ്യത്തെ 2 വിട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിക്കാം. പിന്നെ 2. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. സോ അഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ദിസ്. 1, 2, 3 ഇതാണ് ട്രിപ്പിൾ ക്രൂഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എഡ്ജിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടാണ് തുടങ്ങിയത്. ഫോർ ചെയിൻസ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ഇടാൻ തുടങ്ങിയത്. ഓക്കെ, ആ 4 സ്റ്റിച്ച് വിടാൻ കാരണം ഒരു ട്രിപ്പിൾ ക്രോഷേൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 4 ചെയിൻസിൻ്റെ സൈസിനകത്തിട്ടായിരിക്കും. സോ അതാണ് നമ്മൾ ഈ 4 ചെയിൻസ് വിട്ടിട്ട് തുടങ്ങുന്നത്. ഇനിയിപ്പം അടുത്ത റോയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് ടേൺ ചെയ്തിട്ട് 3 മോർ ചെയിൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ നേരെയുള്ള ആദ്യത്തെ റോയിലുള്ളത്, ആദ്യത്തെ ലൈൻ, ആദ്യത്തെ ചെയിൻ സ്പേസിലുള്ളത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്പേസിൽ ഇതിൻ്റെ നേരെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ദെൻ ഈ ഒരു സ്പേസിൽ. അപ്പോൾ ഈ സ്പേസിൽ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കേണ്ടത് ഈ മേളിൽ ഈ 2 വി പോലത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, ഒന്നിന് മാത്രമല്ല ഇടേണ്ടത്, 2ൻ്റെ അടിയിൽ കൂടുതലാണ് ഇടേണ്ടത്. ഓക്കെ, ഇങ്ങനെ 2 ചെയിൻ്റെയും, അതായത് വി പോലെ നമുക്ക് തോന്നും മേളിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ടോപ്പ് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒന്നിലിടരുത്, അത് അപ്പോഴത്തേക്ക് നോക്കി 2ൻ്റെയും ഉള്ളിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ സൈസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് 2 സ്റ്റിച്ചസ് ഉണ്ട്. ആ 2 ചെയിനിലും 1 എക്സാക്ട്ലി നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ സൈസ് മാറിപ്പോവും.
1. ഇനി ഈ ചെയിനിൻ്റെ സ്പേസിൽ again 1 chain, പ്രൊജക്റ്റ് ടേൺ ചെയ്തിട്ട് 3 more chains, 2 time, ഇതിൻ്റെ എഡ്ജിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ലാസ്റ്റത്തെ 2 ചെയിനിൽ എടുത്തി നമ്മൾ അതിൽ ഈ ചെയിനിൽ ഒരു സ്റ്റിച്ച്, ദെൻ ഈ ചെയിനിൽ 1 2 3 ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ. എന്നാലാണ് എഡ്ജ് കറക്റ്റ് ആവുന്നത്. സോ ഈ ഒരു ലൈന് മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1, ദെൻ അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷേൻ്റെ പ്രോജക്റ്റ് ഈസി ആയിട്ട് എഡ്ജസിൽ ഡിഫറൻസ് ഒന്നും വരാതെ, പ്രോജക്റ്റിൻ്റെ സൈസിലും ഡിഫറൻസ് വരാതെ നമുക്ക് ക്രോഷേ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.